പ്രിയമുള്ളവരെ, ഇന്ന് ഉയർപ്പ് ഞായർ 5-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. 72 പേരെ അയക്കുന്ന സംഭവമാണ് നാം കാണുക. ഈ അടുത്ത ദിവസം റിലീസായ മഹേഷ് നാരായണ സംവിധാനം ചെയ്ത പേട്രിയറ്റ് എന്ന സിനിമയിൽ പ്രഗത്ഭരായ മലയാളത്തിൻ്റെ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഭഗതും കുഞ്ചാക്കോ ബോബനും നയൻതാരയുമൊക്കെ അണിനിരത്തിക്കൊണ്ട് കോടികൾ നേടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി റിലീസാകുന്ന പടമാണല്ലോ പേട്രിയറ്റ്. മലയാളത്തിൻ്റെ പ്രഗത്ഭരായ നടന്മാരാണല്ലോ അവർ, പേരുകേട്ട നടന്മാർ. എല്ലാ മലയാളികളും വിദേശത്തായാലും സ്വദേശത്തായാലും ആ മഹനടന്മാരെ അറിയും, അവരുടെ ആരാധകരാണ് പലരും. എന്നാൽ യേശുനാഥൻ ഈ സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ 72 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പേരൊന്നും കാണുന്നില്ല. യേശുനാഥൻ 12 ശിഷ്യന്മാരെ തൻ്റെ കൂടെ നടക്കുവാൻ സുവിശേഷം പ്രഘോഷിക്കുവാനുമായിട്ട് അയച്ചത് നമുക്കറിയാം. എന്നാൽ ഇവിടെ 72 പേരൊന്നും കാണുന്നില്ല. അവരെ അയക്കുകയാണ്. അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്. ഈ 2 പേരെ അവർക്ക് മുമ്പേ യേശുവിന് മുമ്പേ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാർ ചുരുക്കമെന്ന്. കൊയ്ത്ത് വളരെ വേലക്കാർ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വേലക്കാരയക്കാൻ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ ഇന്ന് ഇടയന്മാരെ ആവശ്യമുണ്ട് യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട്. അതുകൊണ്ട് ഈ 72 പേരെയും അവിടെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ് യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട്. നിങ്ങൾ പോകുമ്പോൾ കയ്യിൽ വടിയോ സഞ്ചിയോ ചെരുപ്പോ ഒന്നും കരുതരുതെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും കരുതരുതെന്ന്, എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. എന്നാൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കരുതൽ വേണം. ചിലപ്പോൾ ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് വരും. ശകാരങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഒപ്പം തന്നെ വേദനിക്കുന്ന ഫലാനുഭവങ്ങളുമായിരിക്കും കണ്ടുമുട്ടാൻ പോകുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കരുതൽ ഈ അയക്കപ്പെടുന്നവർക്ക് വേണമെന്നാണ് എൻ്റെ ചിന്ത. വീടുകൾ തോറും ചുറ്റി നടക്കരുത്. നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ എവിടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഈ 72 പേരെ പോലെ വിളിക്കപ്പെട്ടവരാണ്. മാമോദീസ സ്വീകരിച്ച സമയം മുതൽ നാമൊക്കെ യേശുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ സുവിശേഷം മറ്റവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഏത് നഗരത്തിൽ പ്രവേശിച്ചാലും ആദ്യം തന്നെ അവിടെ നിന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാനാണ് പറയുന്നത്. ഏത് വീട്ടിൽ പ്രവേശിച്ചുവാലും നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരെ ഓർമ്മപ്പെടുത്തുവാനാണ് 72 പേരോടും പറയുക. പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിധത്തിൽ അവർ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ കാലിൽ തട്ടിയിരിക്കുന്ന പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ഭവനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ പട്ടണത്തിൽ നിന്നും നിങ്ങൾ പോരുവിൻ എന്നാണ് ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ ലോകത്ത് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കുക എളുപ്പമല്ല. ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. മണിപ്പൂരും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം, മധ്യപ്രദേശിലുമൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അവിടെയെല്ലാം യേശുനാഥൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. വിവേകത്തോടുകൂടി നിഷ്കളങ്കരായി യേശുവിനെ പ്രഘോഷിക്കുവാൻ, യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ പങ്കുവെച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.